സൈബർ തട്ടിപ്പിനെതിരെയുള്ള ഓപ്പറേഷൻ സൈഖണ്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊച്ചിയിൽ 60 വയസ്സുള്ള അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്തു. അക്കൗണ്ടിലേക്ക് വന്നത് കോടികളെന്നാണ് പോലീസ് പറയുന്നത്. എറണാകുളം കളമശ്ശേരി സ്റ്റേഷൻ പരിധിയിലാണിത്. ഒളിവിൽ പോയ മകനെ തിരയുകയാണ്. കഴിഞ്ഞ ദിവസം 3 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ ഓപ്പറേഷൻ സൈഖണ്ടിൻ്റെ ഭാഗമായി നൂറുകണക്കിന് പേരെയാണ്, മലയാളികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഏറ്റവും ഞെട്ടിപ്പിച്ച കാര്യം, സ്വന്തം അമ്മയുടെ, അതും 60 വയസ്സ് പ്രായമുള്ള സ്വന്തം അമ്മയുടെ അക്കൗണ്ട് മകൻ ദുരുപയോഗം ചെയ്യുന്നു. കോടികൾ ആ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഇത് എങ്ങനെയാണ് ആ പണം എത്തിയത്? സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണോ? എന്താണ് പോലീസിൻ്റെ കണ്ടെത്തൽ? ഈ ഓപ്പറേഷൻ സൈഖണ്ടിൻ്റെ ഭാഗമായി കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? ടോം, ഈ ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 243 പേരെയാണ് പിടികൂടിയത്. നിരവധി അക്കൗണ്ടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്മ്യൂൾ അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രം 300 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിൽ വിദ്യാർത്ഥികൾ ഇതിൽ ഇരയാകുന്നത് ഈ തട്ടിപ്പുകാർക്ക്, അവർക്ക് ഈ പണം, തട്ടിയെടുത്ത പണം നിക്ഷേപിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ തട്ടിപ്പാണെന്ന് അറിയാതെ അതിനിരയാകുകയാണ്. കുട്ടികളോട് ഇടനിലക്കാർ വന്ന് പറയുന്നത്, നിങ്ങളുടെ അക്കൗണ്ട്, അതിന്റെ വിവരങ്ങൾ, ATM കാർഡ്, ആ ബാങ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ചെക്ക് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ഗെയിമിങ്ങിലൂടെ ലഭിക്കുന്ന പണം അത് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ എത്ര രൂപയാണോ വരുന്നത് അതിന്റെ ഇത്ര ശതമാനം കമ്മീഷൻ നിങ്ങൾക്ക് നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് കുട്ടികളെ ഈ കെണിയിലേക്ക് വീഴ്ത്തുന്നത്. പലപ്പോഴും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ടിപ്പ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവരുടെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സൗജന്യമായി ലഭിക്കുന്ന പണം, അത് പലപ്പോഴും കുട്ടികൾ വേണ്ട എന്ന് വെക്കില്ല. അവർ ഈ വലയിൽ വീഴുകയും അവരുടെ അക്കൗണ്ട് വിവരങ്ങളെല്ലാം തന്നെ ഈ തട്ടിപ്പുകാർക്ക് നൽകുകയും ചെയ്യും. ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച്, പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ തട്ടിപ്പുകാർക്കും ഈ വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഇടനിലക്കാരനായി നിൽക്കുന്നത് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. തൃക്കാക്കരയിലുള്ള 2 കോളേജുകളിലെ വിദ്യാർത്ഥികളെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. 3 വിദ്യാർത്ഥികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹാഫിസ് എന്നൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ 2 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നതെന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമായി 2 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. അക്കൗണ്ടിൽ വന്നതിൽ കമ്മീഷനായി ലഭിച്ചത് 2 ലക്ഷം രൂപയാണ് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ ഹാഫിസ് ആണ് മറ്റ് അക്കൗണ്ടുകൾ, അതായത് സ്വന്തം സഹപാഠികളെ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഈ അക്കൗണ്ടുകൾ ശേഖരിച്ച് ഈ ഇടനിലക്കാരന് നൽകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ഹാഫിസ് ആണ് എന്നുകൂടി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഹാഫിസിനെ എന്തായാലും ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളമശ്ശേരിയിലെ ഒരു സ്വന്തം അമ്മയുടെ അക്കൗണ്ട് ഇത്തരത്തിൽ ഉപയോഗിച്ച് പണം തട്ടിയെന്ന, അല്ലെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഒളിവിലാണ്. ഇയാൾക്കായി ഉള്ള തെരച്ചിലും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷൻ ലഭിക്കുമെന്നതിന്റെ പേരിൽ സ്വന്തം അമ്മയുടെ അക്കൗണ്ട് വരെ കുട്ടികൾ ഈ തട്ടിപ്പുകാർക്ക് നൽകുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത്, കോളേജുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഈ കെണിയിൽ വിദ്യാർത്ഥികൾ വീഴാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ലഹരിക്കെതിരെ ഏത് വിധത്തിലാണോ പോരാടുന്നത്, അതുപോലെ തന്നെ ഈ ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരായിട്ട് വലിയ രീതിയിൽ നമ്മൾ മുന്നോട്ട് അതിനുവേണ്ടി പോരാടണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ നടത്തുവാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പൈസ ലഭിക്കും. അതായത് കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികളെ ഈ സൈബർ തട്ടിപ്പിന്റെ ഭാഗമായി അവർ ഉപയോഗിക്കുന്നുണ്ട്, ഈ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചും ചെറിയ കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞാൽ പലരും ഈ രീതിയിൽ പണം നൽകുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ഹവാല സംഘങ്ങൾ ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു, വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തിയിരുന്നു. അതേ രീതിയിൽ തന്നെയാണോ സൈബർ തട്ടിപ്പ് സംഘങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ഈ തട്ടിപ്പിൻ്റെ പേരിൽ, അവരെ ഈ വിദ്യാർത്ഥികളുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്നത്? ഇവരുടെ അക്കൗണ്ടുകളിലേക്ക്
അക്കൗണ്ടിലേക്ക് വീഴുന്ന തുക അനുസരിച്ചാണ് അവർക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. മിനിമം 5000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം അത് ഇപ്പോൾ വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിൽ ആളുകളെ പറ്റിച്ച് തട്ടിയെടുക്കുന്ന പണമാകാം, ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ അങ്ങനെ തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളായിക്കോട്ടെ, ആ തട്ടിപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന പണം അവർക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടി, അതായത് തട്ടിപ്പുകാർക്ക് അവരുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചാൽ ഉറപ്പായും പോലീസ് അവരെ തേടിയെത്തുമെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഇവർ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ അറസ്റ്റിലാകുന്നത് അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാകുന്നത് ഈ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തട്ടിപ്പിന് നേടിയെടുത്ത തുക ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്നു. ഇതിൽ ഇടനിലക്കാർ തന്നെ ഈ വിദ്യാർത്ഥികളെ തേടിയെത്തി അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ വീണിട്ടുണ്ട്, ATM വഴി അവർ അത് പിൻവലിക്കും. പിന്നീട് അതിന്റെ കമ്മീഷൻ ആ അക്കൗണ്ടിലേക്ക് തന്നെ കിടക്കുകയും ചെയ്യും. അതായിരിക്കും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ ഇവിടെ പിടികൂടുന്നത് ഈ വിദ്യാർത്ഥികളെയാണ്. കാരണം ഈ തട്ടിപ്പ് നടത്തുന്നവരെല്ലാം തന്നെ വിദേശത്താണ് കൂടുതലും കേന്ദ്രീകരിക്കുന്നത്. അവിടെ നിന്നാണ് ഇവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം, ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചു വരുമ്പോൾ അത് ഈ പറയുന്നത് പോലെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ കോഴിക്കോടോ പഠിക്കുന്ന കുട്ടികളിലേക്കായിരിക്കും ഈ അന്വേഷണം എത്തി നിൽക്കുന്ന. പക്ഷെ അവർ ഇത് നിരപരാധികളായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പിന് ഇരയാകുകയാണ് ഞങ്ങളെന്ന് മനസ്സിലാകാതെയായിരിക്കും ഈ അക്കൗണ്ട് ഉൾപ്പെടെ ഈ തട്ടിപ്പുകാർക്ക് കൈമാറുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാലും നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ നിരീക്ഷണവും തുടരുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൽ അറസ്റ്റിലാകുമെന്ന് വ്യക്തമാണ്. കൊച്ചിയിൽ നവമി ദിനേശാണ് വിവരങ്ങൾ നൽകി. നവമി സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ ആയിരിക്കാം ഈ കെണിയിൽ വീഴുന്നത്. പക്ഷെ അതിൻ്റെ ഇത്തരം വലിയ തട്ടിപ്പിൻ്റെ സൈബർ തട്ടിപ്പിൻ്റെ ഭാഗമായി ഒരുപക്ഷെ പ്രതികളാകപ്പെടാം, അറസ്റ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ പല വാഗ്ദാനങ്ങളുമായി പലരും നിങ്ങളെ സമീപിക്കുമായിരിക്കും. ലഹരി സംഘങ്ങൾ, അതല്ലെങ്കിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ, മറ്റ് ഹവാല സംഘങ്ങളൊക്കെ. പക്ഷെ അവിടെ എത്ര വലിയ ലാഭമുണ്ടാക്കാം, എത്ര വലിയ പണം ലഭിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞാലും അതിന് പിന്നിലെ ചതി തിരിച്ചറിയാൻ ശ്രമിക്കും.